വെളിപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ഫിലദൽഫിയ എന്ന് പറയുന്ന സ്ഥലത്തെ, ഇതൊരു പുരാതന ഗ്രീസിലെ ഒരു പട്ടണമാണ് ഇന്ന് ഫിലദൽഫിയ. ഇന്ന് നമ്മുടെ ആ പട്ടണങ്ങളൊക്കെ നശിച്ചുപോയി, അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഈ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പല സ്ഥലങ്ങളും സഭകളും ഇന്നത്തെ തുർക്കിയിൽ പെടുന്ന സ്ഥലങ്ങളാണ്. മുസ്ലിങ്ങളുടെ ആക്രമണത്തിൽ തകർന്നുപോയ പല പട്ടണങ്ങളുടെ അവശിഷ്ടങ്ങളും നമുക്കവിടെയുണ്ട്. ഒരു കാലത്ത് വലിയ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങളായി ആദ്യത്തെ 1000 വർഷങ്ങൾ, AD 1-ാം നൂറ്റാണ്ട് മുതൽ 1000 വർഷം നമ്മൾ ഇന്ന് കാണുന്ന ഈ കേരള സഭയൊന്നും വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒന്നുമല്ലാത്ത രീതിയിൽ അതീവ തീക്ഷ്ണതയോടെ വിശ്വാസം ജീവിച്ച സ്ഥലങ്ങളായിരുന്നു ഇന്നത്തെ ബൈബിളിൽ പറയുന്ന പല സ്ഥലങ്ങളും. പ്രത്യേകിച്ച് അതൊക്കെ തുർക്കി, ഇറാഖിലും പേർഷ്യയിലും ഒക്കെ ഉണ്ടായിരുന്ന സഭകൾ. അതൊക്കെ ഇന്ന് നാമാവശേഷമായി തകർന്ന സ്ഥലങ്ങളാണ്. മാർപ്പാപ്പ ഇറാഖിലേക്ക് സന്ദർശനം നടത്തിയെന്ന് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിലൊക്കെ വായിച്ച് TV-യിലൊക്കെ കണ്ടല്ലോ. ഇറാഖിൽ ഈ മുസ്ലിം തീവ്രവാദി ISISകാരുടെ ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് 15 ലക്ഷം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. ഇന്ന് 4 ലക്ഷം പോലും ക്രിസ്ത്യാനികൾ ഇല്ലാത്ത വിധത്തിൽ പലായനം ചെയ്തു, കൊല്ലപ്പെട്ടു, ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. ഇതിലും ഭീകരമായ മതമർദ്ദനത്തെയാണ്, പരീക്ഷണങ്ങളെയാണ് മുസ്ലിങ്ങളുടെ 1200-കൾ, നമ്മൾ കുരിശുയുദ്ധങ്ങളെ കുറിച്ചൊക്കെ പറയും. അതിനൊക്കെ കാരണമായ സംഭവങ്ങൾ അതിഭീകരമായ രക്തകുരുതികളാണ്, ക്രൈസ്തവ പീഡനങ്ങളാണ്. അങ്ങനെ വെളിപാട് പുസ്തകത്തിലെ സഭകളൊക്കെ ഏറിയ പങ്കും അങ്ങനെ നശിച്ച സഭകളാണ്. മുസ്ലിങ്ങൾക്കൊന്നും ഓടിച്ചു തീർത്ത സഭകളാണ്. ഫിലദൽഫിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഭയുണ്ട്. ആ സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാണ്: ദാവീദ് ഭവനത്തിന്റെ താക്കോൽ കൈവശമുള്ളവൻ മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുകയും അവൻ അടച്ചാൽ മറ്റാർക്കും, അവൻ തുറന്നാൽ മറ്റാർക്കും അടയ്ക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നവൻ പറയുന്നു, ഇതാ നിന്റെ മുൻപിൽ ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വിധം തുറന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സന്ധിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാണ്, ഇതാ നിന്റെ മുൻപിൽ മറ്റാർക്കും അടയ്ക്കാൻ പറ്റാത്ത വിധം തുറന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിക്കുന്നു. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ കൈവശമുള്ളവനാണ്. ബൈബിളിൽ താക്കോൽ എന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ ചിഹ്നമാണ്. യെശയ്യായുടെ പ്രവചനം 22-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും. ദൈവമായ കർത്താവ് പറയാണ്, വരാനിരിക്കുന്ന മിശിഹായെ കുറിച്ചുള്ള പ്രവചനമാണ്. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ ഞാൻ അവന്റെ ചുമലിൽ വെച്ചു കൊടുക്കുമെന്നാണ്. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ ഞാൻ അവന്റെ ചുമലിൽ വെച്ചു കൊടുക്കും. അപ്പോൾ ആത്മീയവും ഭൗതികവുമായ എല്ലാ അധികാരങ്ങളെയുമാണ് ബൈബിൾ താക്കോൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശു 11 പേർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആത്മീയവും ഭൗതികവുമായ അധികാരങ്ങളുടെ പ്രതീകമാണ് ബൈബിളിൽ താക്കോൽ. ഈ ലോകത്തിലും സ്വർഗത്തിലുമുള്ള അധികാരങ്ങൾ മുഴുവനും ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടിരിക്കുന്നത് ഒരേ ഒരാൾക്കാണ്. ആർക്കാണ്? 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 ഉറക്കെ പറയാം, ആർക്കാണ് അധികാരം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? യേശു ക്രിസ്തുവിനാണ് ഈ ഭൂമിയിലേക്കും സ്വർഗത്തിലേക്കുമുള്ള എല്ലാ അധികാരങ്ങളും ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ഈ ഫിലദൽഫിയയിലെ സഭയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ യഹൂദർ ധാരാളം ഉണ്ടായിരുന്ന സഭ. യഹൂദരാൽ പീഡിപ്പിക്കപ്പെടുകയാണ് ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ. ഏറ്റവും വലിയ പീഡനം അവർ ആദ്യം നേരിട്ടത് അപമാനമാണ്. ഈ അപമാനം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ പള്ളിക്കുള്ളിൽ ഒരുമിച്ചിരിക്കുക, അതുപോലെ സിനഗോഗിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു സാബത്ത് ദിവസം യഹൂദർ എഴുന്നേറ്റ് എന്ന് പറയാണ്, ഈ ഇരിക്കുന്നവൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോ ആളുകളെല്ലാം കൂടി ആക്രോശത്തോടെ അവന്റെ നേരെ വന്ന് അവനെ ഒരു നികൃഷ്ട പാപിയെ കാണുന്ന കൈകാര്യം ചെയ്യുന്ന പോലെ കഴുത്തിന് പിടിച്ച് ഈ സിനഗോഗിന് വെളിയിലേക്ക് തള്ളി അവന്റെ മുമ്പിൽ വാതിലുകൾ അടയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ആക്രോശത്തോടെ അടഞ്ഞ വാതിലിന്റെ പിറകിൽ സങ്കടത്തോടെ നിൽക്കുന്ന ആദിമ ക്രിസ്ത്യാനികളുടെ ചിത്രമാണ്.
അവരുടെ മുമ്പിൽ സിനഗോഗുകളുടെ വാതിലുകൾ അടഞ്ഞു. യഹൂദ സമൂഹം അവസരങ്ങളുടെ വാതിലുകൾ അവർ കടന്നു. കച്ചവട സ്ഥലങ്ങളിൽ സാധനം മേടിക്കാൻ ചെന്നാൽ ക്രിസ്ത്യാനിക്ക് സാധനം കൊടുക്കാത്ത വിധം കടകളുടെ വാതിലുകളാണ്. അങ്ങനെ എവിടെ ചെന്നോ അവിടെയൊക്കെ വാതിലടച്ച് പുറത്തു നിൽക്കപ്പെടുന്ന ഒരു ആദിമസഭ സങ്കടപ്പെടുന്ന മനുഷ്യരോട് ദൈവം പറയാണ്, ഈ വാതിൽ അടയ്ക്കുന്ന മനുഷ്യരാണ് അവരടച്ച സകല വാതിലുകളും തുറക്കാനും അവൻ തുറന്നാൽ മനുഷ്യൻ അടയ്ക്കാനും പറ്റാത്ത വിധം ആകാശത്തിലും ഭൂമിയിലും അധികാരമുള്ളവൻ പറയുന്നു, നിന്റെ മുമ്പിൽ ഞാനൊരു തുറന്ന വാതിൽ സ്ഥാപിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിലെ അടഞ്ഞ വാതിലിന് മുമ്പിൽ സങ്കടത്തോടെ നിൽക്കുന്ന ധാരാളം പേരുണ്ട്. ഇന്ന് ദൈവത്തെ ആർക്കാണ് ആവശ്യം? നമ്മൾ പള്ളിയിൽ ധ്യാനം വെക്കും, പ്രാർത്ഥന വെക്കും. കൊറോണയൊന്നും അല്ല പള്ളിയിലേക്ക് ആള് വരാത്തതിന്റെ യഥാർത്ഥ കാരണം നമുക്കറിയാം. പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് ഒരു വിഷയവുമില്ല, ദൈവം പ്രത്യേകിച്ച് എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്തു തരേണ്ട കാര്യവുമില്ല എന്നുള്ള മനുഷ്യന്റെ ചിന്ത കൊണ്ടാണ് ഇന്ന് ദേവാലയത്തിൽ ആള് വരാത്തത്. കൊറോണയെ നമ്മൾ വെറുതെ കാരണം പറയുന്നതാണ്. സൂപ്പർ മാർക്കറ്റുകളിൽ ചെല്ല്, കച്ചവട സ്ഥലങ്ങളിൽ ചെല്ല്, നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ചെല്ല്, എവിടെയാണ് മനുഷ്യർ വരാത്തത്? ദൈവത്തെ കൊണ്ട് ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ആവശ്യമില്ലെന്നുള്ള ബോധമാണ്, അഹങ്കാര ചിന്തയാണ് ദേവാലയത്തിലേക്ക് മനുഷ്യർ വരുന്നതിന് തടസ്സമാകുന്നത്. ചുമ്മാ കൊറോണയെ നമ്മൾ പഴി പറയുന്നതാണ്. നിങ്ങൾ ഈ ദേവാലയത്തിൽ ഈ ധ്യാനം കൂടാൻ വന്നത് നിങ്ങൾ പേരാവൂര് ഇടവക സമൂഹത്തിലെ ഒന്നുകിൽ ഏറ്റവും നല്ല മനുഷ്യരായതുകൊണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾ അടഞ്ഞ വാതിലുകളുടെ മുമ്പിൽ സങ്കടപ്പെട്ടു നിൽക്കുന്ന മനുഷ്യരായതുകൊണ്ടുമാണ്. ദൈവത്തെ ആർക്കാണ് ആവശ്യം? സങ്കടത്തിലൂടെ കടന്നു പോകുന്നവന്, കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവന്, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവനാണ് ദൈവത്തെ ആവശ്യം. അതുകൊണ്ട് ദൈവത്തെ ആവശ്യമില്ലാത്ത ധനികന്റെയും സമൃദ്ധരുടെയും ലോകത്തിൽ ദൈവം പുറത്തു നിൽക്കുകയാണ്. അടഞ്ഞ വാതിലുകളുടെ മുമ്പിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർക്കാണ് കർത്താവിനെ ആവശ്യം. ദൈവത്തെ കൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത വിധം ജീവിതത്തിൽ സമൃദ്ധി വരിക കഴിയുമ്പോൾ ദൈവം വേണ്ടെന്ന് ചിന്തിക്കാനുള്ളതാണ് മനുഷ്യൻ എല്ലാ കാലത്തും നേരിടുന്ന വലിയ പ്രലോഭനങ്ങളൊന്ന്. അത് ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ഈ വാഗ്ദാന ദേശത്തേക്ക് വരാൻ തുടങ്ങുമ്പോ ദൈവം അവർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പുകളുണ്ട്. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ അങ്ങനെ ദൈവം കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. ഞാൻ നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്ന സമൃദ്ധിയുടെ ദേശത്ത് നിങ്ങൾ പണിയാത്ത വീട്ടിൽ നിങ്ങൾ പാർക്കും, നിങ്ങൾ നടാത്ത മുന്തിരിയിൽ നിങ്ങൾ ഫലം ശേഖരിക്കുമ്പോൾ നിന്റെ കരവും നിന്റെ ബുദ്ധിയുമാണ് ഇതൊക്കെ നേടിത്തന്നത് നീ പറയരുത്. സമ്പത്ത് നേടാൻ ശക്തി തന്നത് ദൈവമാണെന്നുള്ളത് മറന്നു പോകരുത്. ഇന്ന് നമ്മുടെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് സംഭവിക്കുന്നത് ചരിത്രത്തിലെ ദൈവജനത്തിന് പറ്റിയ അതേ അപകടമാണ്. സമ്പത്ത് നേടാൻ ശക്തി തന്നത്, സുഭിക്ഷതയ്ക്കും സമൃദ്ധിക്കും കാരണമായത് സർവശക്തനാണെന്ന് മറന്നിട്ട് ദൈവത്തിന് നേരെ വൻപു പറയുന്ന അധരങ്ങളുള്ള നാടാണ്. അവർ ദൈവത്തെ വെല്ലുവിളിക്കും. കർത്താവിനെ കൊണ്ട് ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നും ദൈവത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തു ചെയ്യാനാണെന്നുമുള്ള അഹങ്കാര ചിന്തയോടുകൂടി അനേകർ ദേവാലയങ്ങളിൽ നിന്നും മാറി നിൽക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒന്നുകിൽ ദൈവമാണ് കൃപകളുടെ പിറകിലെന്ന് നിങ്ങൾക്ക് ബോധമുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ അടഞ്ഞ വാതിലുകൾ കർത്താവ് തുറക്കണമെന്നുള്ള പ്രാർത്ഥനയുള്ളിലുള്ളത് കൊണ്ടോ. അടഞ്ഞ വാതിലുകളുടെ മുമ്പിൽ സങ്കടത്തോടെ വിലപിച്ചു നിൽക്കുന്ന മനുഷ്യരോടാണ് ദൈവം എന്ന് പറയുന്നത്, ഇതാ നിന്റെ മുമ്പിൽ ഞാനൊരു വാതിൽ തുറക്കും. മറ്റാർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു കൃപയുടെ വാതിൽ തുറക്കുന്ന അനുഭവത്തിലേക്കാണ് യേശു നിങ്ങളെ വിളിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കണ്ണുകളൊന്ന് അടച്ച് വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തുറന്നു തരേണ്ട സാധ്യതകളുടെ വാതിൽ, അടഞ്ഞ വാതിലിന്റെ മുമ്പിൽ സങ്കടപ്പെട്ടു നിൽക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഇതാ കർത്താവ് പറയുന്നു, നിന്റെ മുമ്പിൽ ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വിധം ഒരു തുറന്ന വാതിൽ ഞാൻ സ്ഥാപിക്കും. ഓ യേശുവേ, ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ വാതിൽ, കുടുംബജീവിതത്തിലെ സ്വസ്ഥതയുടെ വാതിൽ, സാമ്പത്തിക ഭദ്രതയുടെ വാതിൽ, കർത്താവെ അടഞ്ഞുപോയ വാതിലുകളെ അങ്ങ് തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്ന് ചേർന്ന് സ്വരമുയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പറഞ്ഞു വന്നത്, ദൈവത്തെ നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത്, നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുന്നത് ഒന്നുകിൽ നന്ദിയുള്ള ഒരു മനസ്സുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ കർത്താവ് ജീവിതത്തിൽ ചില വാതിലുകൾ, സാധ്യതകൾ തുറന്നു തരണമെന്നുള്ള നിലവിളി ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഇന്ന് അച്ഛന്മാർക്ക് പള്ളിയിൽ ആള് വരണമെന്ന് പറയാൻ വികാരിച്ചമാർക്ക് പേടിയാണ്. കാരണം വികാരിച്ചനെങ്ങാനും പള്ളി ധ്യാനത്തിനെല്ലാരും വരണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ പള്ളി പോകാൻ മേലാതെ, അല്ലെങ്കിൽ പള്ളി വരുന്നതിന് എതിർത്തായിട്ട് ദൈവത്തോടും അൻപ് പറയുന്ന, ദൈവത്തോടും മറുതലിക്കുന്ന ചില ക്രിസ്ത്യാനികൾ തന്നെ ഇരുന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയും, പള്ളിയിൽ ആള് കൂടാൻ അച്ഛൻ പറഞ്ഞെന്ന് പറയും. അത്രമേൽ വളർന്ന അഹങ്കാരത്തിന്റെ, ദൈവനിഷേധത്തിന്റെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കൊറോണ കാലത്ത് ഒരുപാട് പുരോഹിതരുടെ കണ്ണുനീര് അൾത്താരുടെ മുമ്പിൽ വീണിട്ടുണ്ട്. കാരണം വേറെ മതക്കാര് പരാതി പറഞ്ഞിട്ടല്ല, മുസ്ലിങ്ങൾ പരാതി പറഞ്ഞിട്ടല്ല, ഹിന്ദുക്കൾ വർഗീയവാദികൾ പരാതി പറഞ്ഞിട്ടല്ല, ക്രിസ്ത്യാനികൾ വിളിച്ച് പറഞ്ഞിട്ട് പള്ളിയിൽ പോലീസ് വന്ന് അച്ഛനെ ചോദ്യം ചെയ്തതിന്റെ സങ്കടങ്ങൾ ഒരുപാട് പുരോഹിതർക്കുണ്ട്. ദൈവത്തെ പോലും ചോദ്യം ചെയ്യാൻ തക്കവിധം സുഭിക്ഷതകൾ, അഹങ്കാര കൊടുമുടികളിൽ കൊണ്ടുവന്ന് വിശ്വാസികളെ എത്തിച്ചു എന്നുള്ളത്. അപ്പൊ ദൈവം സാധ്യതകളുടെ ചില വാതിൽ തുറക്കണമെന്ന് നിലവിളി ഉള്ളിലുള്ളവരായിരിക്കും ദേവാലയത്തിൽ. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ദൈവം വാതിലുകൾ തുറക്കുന്ന ദൈവമാണ്. വാതിൽ എന്ന് പറഞ്ഞാൽ ബൈബിളിന്റെ ഭാഷയിൽ സാധ്യത എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് യേശു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാനാണ് ആടുകളുടെ വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ അകത്തു വരികയും പുറത്തു പോവുകയും അവൻ മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. ഞാനാണ് വാതിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഞാനൊരു സാധ്യതയാണ്. നസറത്തിലെ യേശു നമ്മുടെ സാധ്യതയാണ്. അവനിൽ വിശ്വസിക്കുന്നവര്, അവനെ സ്വീകരിക്കുന്നവർക്ക് ജീവിതത്തിൽ അസാധ്യതകളില്ലെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ശിമയോൻ പത്രോസ് കടലിന് മീതെ നടക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കും. 25 മുതലുള്ള വാക്യങ്ങളിലാണ്. യേശു കടലിന്റെ മീതെ നടന്നു വരുന്നത് കണ്ട് വള്ളത്തിലിരുന്ന് ശിമയോൻ പറയാണ്, കർത്താവേ, അങ്ങ് തന്നെയാണ് വരുന്നതെങ്കിൽ എന്നോട് ഈ ഓളപ്പരപ്പിന്റെ മീതെ നടക്കാൻ കൽപ്പിക്കണമേ. യേശു ശിമയോനോട് പറഞ്ഞു, വരിക. 2 ചുവട് വെച്ചപ്പോൾ ശിമയോൻ വെള്ളത്തിൽ മുങ്ങിത്താന്നിട്ട് കരമുയർത്തി പറയാണ്, കർത്താവെ രക്ഷിക്കണം. ഇത് ഇന്ന് അനേക ദൈവമക്കൾക്ക് സംഭവിക്കുന്ന അപകടമാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും നസറായനായ യേശുവിനുണ്ടെന്നും അവനിൽ വിശ്വസിക്കുന്നവർക്ക്, അവനെ സ്വീകരിക്കുന്നവർക്ക് അസാധ്യതകളില്ല, സകലതും അവരുടെ മുമ്പിൽ സാധ്യമാണെന്നും വചനം അടിവരയിട്ട് പറഞ്ഞിട്ടും ശിമയോനെ പോലെ നമ്മൾ കർത്താവിനെ സംശയിക്കുകയാണ്. ജലത്തിന്റെ മേലെ നസറായനായ യേശുവിനുടെ അധികാരത്തെ സംശയിച്ച നിമിഷമാണ് ശിമയോൻ പത്രോസ് മുങ്ങിത്താഴുന്നത്. ഇന്ന് ജീവിത പ്രശ്നങ്ങളിൽ മുങ്ങിത്താഴുന്നത്, അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടാതെ പോകുന്നത് നസറായനായ യേശു നമ്മുടെ സാധ്യതയാണെന്നുള്ള വിശ്വാസത്തിന്റെ ബോധ്യം നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ഈശോ നമ്മുടെ സാധ്യതയാണ്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് മുമ്പിൽ അസാധ്യതകളില്ല എന്ന് തിരിച്ചറിയുക. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് അടഞ്ഞ വാതിലുകളുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തികളാണ്. രോഗത്തിന്റെ, ആരോഗ്യ മേഖലയുടെ അടഞ്ഞ വാതിൽ, മക്കൾക്ക് ജോലി കിട്ടാതെ വാതിലടഞ്ഞു നിൽക്കുന്നവരും. നമ്മുടെ മേഖലകളിൽ ധാരാളം യുവജനങ്ങൾ വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാതെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ സാധ്യതയടഞ്ഞു നിൽക്കുന്ന യുവജനങ്ങളുണ്ട്. ജീവിതത്തിൽ, കുടുംബത്തിൽ സമാധാനത്തിന്റെ വാതിലടഞ്ഞു നിൽക്കുന്നവരുണ്ട്. യേശു ഒരു സാധ്യതയാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ എല്ലാ അടഞ്ഞ വാതിലുകളും തുറക്കുമെന്ന ഉറപ്പാണ് ഈ സന്ധിയിൽ വചനം തരുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മറ്റാർക്കും അടയ്ക്കാൻ പറ്റാത്ത വിധം ഒരു തുറന്ന വാതിലിതാ നിന്റെ മുമ്പിൽ ഞാൻ സ്ഥാപിക്കും. കർത്താവിന് എൻ്റെ ജീവിതത്തിലെ അടഞ്ഞ വാതിലുകളെ തുറക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചെങ്കടലിന്റെ മുമ്പിൽ വിക്കനായ ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. പിന്നിൽ ഫറവോയുടെ സൈന്യം ഈജിപ്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതിനെ ഓർത്ത് പരിതപിക്കുന്ന, നീ എന്തിന് ഞങ്ങളെയൊക്കെ ചെങ്കടലിൽ മുക്കി കൊല്ലാൻ കൊണ്ടുവന്നുവെന്ന് പിറുപിറുക്കുന്ന ഒരു ജനം കൂടെ. ഈ മനുഷ്യന്റെ കയ്യിൽ ആകെയുള്ളത് അയാൾ ആടിനെ മേയ്ക്കാൻ കൊണ്ടുപോകുമ്പോ ഉപയോഗിക്കുന്ന ഉണങ്ങിയ ഒരു വടിയാണ്. ദൈവം മോശയോട് പറയാണ്, നിന്റെ കയ്യിലുള്ള ഉണങ്ങിയ വടിയെടുത്ത് ചെങ്കടലിന്റെ മീതെ അടിക്കുക. ചെങ്കടലിനെ പിളർക്കാൻ മോശയുടെ കയ്യിൽ എന്താണുള്ളത്? ഉണങ്ങിയ ഒരു ദണ്ഡാണ്.
ദൈവത്തിന് ചെങ്കടല് പിളർക്കാൻ ഈ ഉണങ്ങിയ ദണ്ട് ധാരാളമാണ്. ജോർദാൻ നദിയുടെ കരയിൽ വരുമ്പോൾ ജോഷുവയ്ക്ക് ഈ നദി മുറിച്ചു കടക്കാൻ എന്താണുള്ളത്? അവന്റെ കയ്യിലുള്ളത് ഒരു പുതപ്പാണ്. ദൈവം പറയുന്നു, നിന്റെ ചുമലിലുള്ള പുതപ്പെടുത്തി ജലത്തിന്റെ മീതെ അടിക്കുക. ജോർദാനെ പിളർക്കാൻ ഒരു പുതപ്പ് ധാരാളമാണ്. പുരുഷാരങ്ങൾക്ക് വിശക്കുന്ന ഒരു സന്ധിയിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ ആകെയുള്ളത് 5 ബാർലിയപ്പം. 5000 പേരുടെ വിശപ്പടക്കാൻ ആ 5 ബാർലിയപ്പം ദൈവത്തിന് ധാരാളമാണ്. അടഞ്ഞ വാതിലുകൾ, പരിമിതമായ സാധ്യതകളെ നമ്മുടെ കൺമുമ്പിലുള്ളെങ്കിൽ ദൈവത്തിന് അത് സമർപ്പിക്കുക. അവന് വാതിൽ തുറക്കാൻ അത് ധാരാളമാണ്. ഈ രാത്രി കർത്താവിന്റെ മുമ്പിൽ നമുക്ക് നിലവിളിക്കാം. അവൻ അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ദൈവമാണ്. അടഞ്ഞുപോയ സാധ്യതകളുടെ വാതിൽ വീണ്ടും തുറക്കുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി നമ്മുടെ ആരാധനയിൽ നമ്മുടെ ജീവിതത്തിലെ അടഞ്ഞുപോയ വാതിലുകൾ കർത്താവ് തുറക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവും, ആത്മീയവും ഭൗതികവുമായ എല്ലാ അധികാരവും കർത്താവായ യേശുവിനുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അവന്റെ പക്കൽ നിലവിളിക്കാം. കർത്താവെ, അടഞ്ഞ വാതിൽ, ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ, കുടുംബ ജീവിതത്തിലെ സ്വസ്ഥതയുടെ, ഞങ്ങളുടെ മക്കളുടെ ജീവിത സാധ്യതകളുടെ വാതിലുകൾ അങ്ങ് തുറക്കണമേ എന്ന് നമുക്ക് നിലവിളിക്കാം.
അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ദൈവമായ പരിശുദ്ധ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തുറന്നു തരേണ്ട വാതിലുകളെ അവിടുത്തെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിക്കും. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലാധികാരവും നൽകപ്പെട്ടിരിക്കുന്ന സാധ്യതയായ ദൈവത്തിന്റെ മുന്നിലേക്കാണ് കരങ്ങൾ വന്നിരിക്കുന്നത്. ദാവീദ് ഭവനത്തിലാകുമ്പോൾ ഈ ഭൂമിയിലെ ആത്മീയവും ഭൗതികവുമായ എല്ലാ അധികാരവും നൽകപ്പെട്ടവരിലേക്ക് അവിടുന്ന് പറയുന്നു, ഇതാ നിന്റെ മുന്നിൽ ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു തുറന്ന വാതിലിനെ സ്ഥാപിക്കും. ആമേൻ. യേശു നമ്മുടെ സാധ്യതയാണ്. വലിയ വിശ്വാസത്തോടെ ഇങ്ങനെ ഏറ്റുപറയാൻ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, വാതിലുകൾ തുറക്കുന്ന സാധ്യതകളുടെ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് സർവശക്തനാണ്, ജീവിക്കുന്ന ദൈവമാണ്. ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ
Jesus.